അടുത്ത ടോപ്പിക്ക് ജൈറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ജൈറോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഗ്രീക്ക് വേർഡാണ്. ഓക്കെ, സൈക്കിൾ ടു ലുക്ക് എന്നുള്ള പോലത്തെ ഒരു വേർഡ് മീനിങ് എന്നാണ് ജൈറോസ്കോപ്പ് എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു സ്പിന്നിങ് വീല് അല്ലെങ്കിൽ ഒരു ഡിസ്ക് ഉണ്ടാവും, ഒരു ആക്സിസ് റൊട്ടേഷൻ ഓറിയൻറ്റേഷൻ അത് ഒറ്റയ്ക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. നമ്മൾ ഇത് ബൈക്കിലും സൈക്കിളിലും എയ്റോപ്ലെയിനിലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ബൈക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുമാതിരി കാറിൻ്റെ റൊട്ടേഷൻ, കാറിൻ്റെ വീൽ ബാലൻസിങ്ങിന്, ഹെലികോപ്റ്ററിൽ അതിൻ്റെ മുകളിൽ പങ്ക അത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റൊട്ടേഷൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതിൻ്റെ മിഡിലിലെ ആ ഒരു ആക്സിസിന് ഒന്നും അഫക്റ്റ് ചെയ്യില്ല, പക്ഷെ അത് സ്പിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു സ്റ്റേബിളായി നിൽക്കുന്ന ആ ഒരു എബിലിറ്റി കൊണ്ടാണ് നമ്മൾ ബൈക്ക് ബാലൻസ് ചെയ്യാനും എല്ലാം സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഔട്ടർ ഭാഗം ഫ്രെയിം എന്നും ഉള്ളിൽ നിൽക്കുന്ന സ്പിൻ ആക്സിസ് ആണ്. റൗണ്ട് ചെയ്യുന്നത് ജിംപിളാണ്. പിന്നെ ഒരു റോട്ടർ, ഇത്രയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ റോട്ടർ റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് വേരിയേഷൻസ് ഒന്നും വരാതെ അത് പ്രോപ്പർ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് റൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഫ്രെയിമും ജിംപിളും എല്ലാം എന്ത് ചെയ്യും, ഇങ്ങനെ റിപ്പീറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതിൽ മിംസ് ജൈറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ മൈക്രോചിപ്പ് പാക്കേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഇലക്ട്രോണിക് ഡിവൈസസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിന് ജൈറോമീറ്റേഴ്സ് എന്ന് പറയും. അതുമാതിരി സോളിഡ് സ്റ്റേറ്റ് റിംഗ് ലേസേഴ്സ്, ഫൈബർ ഓപ്റ്റിക് ജൈറോസ്കോപ്സ്, പിന്നെ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടം ജൈറോസ്കോപ്പ്, ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മൾ ഇത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നാവിഗേഷൻ സിസ്റ്റംസിൽ, പിന്നെ ഹബിൾ ടെലിസ്കോപ്പ്, അതുമാതിരി അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ബൈക്കിനകത്തും കാറിനകത്തൊക്കെ അതിൻ്റെ വീൽ സ്റ്റെബിലിറ്റി, വെഹിക്കിൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ജൈറോസ്കോപ്പ് യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ജൈറോസ്കോപ്പിൻ്റെ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൈറോസ്കോപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ജൈറോസ്കോപ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അതിൽ റണ്ണിങ് റൊട്ടേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ ആപ്ലിക്കേഷൻസും താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിംഗ് ലേസർ ജൈറോസ്കോപ്പ് എന്ന് പറഞ്ഞു അല്ലേ. ആ റിംഗ് ലേസർ ജൈറോസ്കോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ, ഒരു സെൻസിറ്റീവ് ആക്സിസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ എന്താ പറയുക, ഇനീഷ്യൽ സ്പേസ് എല്ലാ ടൈമിലും അതിൻ്റെ സ്പേസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഇൻപുട്ട് ലേസർ ബീം ഉണ്ടായിരിക്കും ആ ജൈറോസ്കോപ്പിൽ. അതിൽ നിന്ന് വരുന്ന ബീംസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ബീമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരേ പാത്തിലാണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ബീമിൻ്റെ ലേസർ മുകളിലുണ്ടാവും. അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ബീം പാസ് ചെയ്യുന്നത് സെയിം ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ആ ബീംസൊക്കെ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഫൈനലി അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഡിറ്റക്ടറിലേക്ക് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ബാലൻസിങ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്, എന്താ പറയുക, വെലോസിറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇതിൽ, ഇപ്പോൾ ഡിവൈസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബീമിൻ്റെ ലെങ്ത്ത് ഡിഫറൻസ് ആയിരിക്കുള്ളൂ. അതുമാതിരി റിസൾട്ടും ഡിഫറൻസ് നമുക്ക് ഇൻ്റർഫറൻസൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ബീം വർക്ക് ചെയ്യുന്നില്ല, ഡിവൈസ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല വെച്ചെങ്കിൽ നമുക്ക് ബീം മൂവ്മെൻറ്റോ ബീമിൻ്റെ ലെങ്ത്തിന് വേരിയേഷൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താണ് അതിൽ പറയുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ജൈറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. ജൈറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറിങ് ഓർ മെയിൻറ്റെയിനിങ് റൊട്ടേഷൻ, ഓറിയൻറ്റേഷൻ ആൻഡ് ആംഗുലർ വെലോസിറ്റിയും ഓറിയൻറ്റേഷനും മെഷർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ജൈറോസ്കോപ്പ് എന്ന് പറയുന്നത്. ഗ്രീക്ക് വേർഡായിട്ടുള്ള സൈക്കിൾ എന്നുള്ള ആ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ആക്സിസ് ഉണ്ടായിരിക്കും, സ്പിൻ ആക്സിസ്, റോട്ടർ, അതിൻ്റെ കൂടെ
റോട്ടർ ഉണ്ടായിരിക്കും, ഒരു ജിമ്പിൾ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഗൈറോസ്കോപ്പ് ഉണ്ടായിരിക്കും. ജിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടായിരിക്കും. ഗൈറോസ്കോപ്പ് ഫ്രെയിം, ഔട്ടർ ഭാഗത്തിന് ഫ്രെയിം എന്ന് പറയും. ഈ ആക്സിസും സ്പിൻ ആക്സിസും മാത്രം, സ്പിൻ ആക്സിസും ആ റോട്ടർ സ്റ്റേബിളായി നിന്നിട്ട് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ ഈ ജിമ്പിളും ഫ്രെയിമും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, റൊട്ടേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആ റൊട്ടേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് നമുക്ക് നമ്മുടെ എന്തായാലും നമ്മുടെ ഹെലികോപ്റ്ററിൽ അല്ല ഏവിയേഷൻ സൈഡ്, അതുമാതിരി നേവൽ ഫീൽഡിൽ, പിന്നെ ഓട്ടോമൊബൈൽസ്, ടോയ്സിൽ വരെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഒക്കെ ബാലൻസിങ്, ആംഗുലർ വെലോസിറ്റി വെച്ചിട്ട് ബാലൻസിങ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജൈറോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.